SIR അതിനുடைய എനിക്ക് മലയാളം അറിയില്ല. മലയാളത്തിൽ പറയും. അറിയില്ല. എന്തറിയില്ല? മലയാളം അറിയില്ല. മലയാളം അറിയില്ല. ശരി. അയ്യോ, ഞാനിങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഇവിടുന്ന്. എനിക്ക് മലയാളം അറിയാം, എനിക്ക് തമിഴ് അറിയാം, എനിക്ക് തെലുങ്ക് അറിയാം, ഇതൊക്കെ കാണിക്കണേ. എല്ലാം കുറച്ച് അറിയാം. ഈ കാക്കകളുടെ പണി എന്നിട്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾ കൊടുക്കുന്ന ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഞങ്ങളുടെ തുണിയിൽ തന്നെ കാക്കാക്ക് പപ്പിട്ട് വയ്ക്കും. പണിയുണ്ട്. എന്ത് പണി? അവിടെ പോയിരുന്ന് വെറുതെ ഇരിക്കണം പണി. അത് ഞാൻ കിച്ചൺ കിച്ചൺ നോക്കാന്ന് വെച്ചാൽ അതും തുറന്നപ്പോൾ അതിൽ അതിലുണ്ടായിരുന്നു അട്ട. അങ്ങനെ അട്ടകളുടെ ഒരു കളിയാണ് ഇവിടെ. മക്കളെ വന്ന് സന്ദിച്ച് അവങ്ങളോട് ഇരിக்கிறோம், നാം തുടർന്ന് അവങ്ങളോട് പയണിக்கிறோம். ഇപ്പം ഞങ്ങൾ കാക്കയ്ക്ക് ബിസ്ക്കറ്റ് വയ്ക്കാണ് കേട്ടോ. കുറേ നാളെ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ കുറച്ച് നാളെ ലീവ് ഇട്ടൊക്കെ ആയിരുന്നു. അപ്പം ശരി ഇന്ന് പോയിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് കാക്ക കഴിക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിക്കും. പക്ഷേ ഈ കാക്കകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ കാക്ക ഇതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ തുണിയിൽ തന്നെ ഇവിടെ തുണി തോരട്ടിട്ടുണ്ട്. കണ്ടോ, ഞാനിപ്പോഴാണ് വന്ന് ഇവിടെ തോരയിട്ടത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നു. ശരി അങ്ങനെ കാക്കി ബിസ്ക്കറ്റ് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ കാക്കകളുടെ പണി എന്നിട്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾ കൊടുക്കുന്ന ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഞങ്ങളുടെ തുണിയിൽ തന്നെ കാക്കാക്ക് പപ്പിട്ട് വയ്ക്കും. അപ്പം ഞങ്ങൾക്കൊരു പണിയായത്, ഇപ്പം നമ്മൾ തുണി എടുക്കാൻ വരുമ്പം വൈകുന്നേരം വരുമ്പം വൈകുന്നേരം എപ്പോഴും എടുക്കാൻ വരുമ്പം ഇത് തുണിയിൽ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പം ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് തുണി മടക്കുന്ന സമയത്ത് അത് നോക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര പണിയാണ്. ഇവിടെ അഴയ്ക്കുമ്പോൾ എടുക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നോക്കി എടുക്കാം. അനിലുകൊണ്ടൊന്നും കുഴപ്പമില്ല, കാക്കനെ കൊണ്ടും കുഴപ്പമില്ല. പ്രാവ് തപ്പിയിട്ടും. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇവിടെ തന്നെ നോക്കിയെടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പണി കുറച്ച് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വീട്ടിൽ പോയി മടക്കണ സമയത്താണ് ഇത് അപ്പി നോക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നോക്കി ചെക്ക് ചെയ്ത് മടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് കഴുകിയിട്ട് പോകാമല്ലോ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ എന്താ പറയുക. അപ്പോൾ അങ്ങനെയാണ് വിശേഷം. അപ്പോൾ ഞങ്ങളുടെ കാക്ക ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതൊക്കെ കഴിച്ചോളും. അല്ലെങ്കിൽ അടുത്ത ബിൽഡിങ്ങിൽ അവർ ഓൾറെഡി വെച്ചിട്ടുണ്ട്, അവർക്ക് കാക്കയ്ക്ക് ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാക്കൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഫുള്ളായിട്ട് ഇരിക്കാനുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമില്ല, അതുകൊണ്ട് വരാത്ത. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന് കാക്കകൾ ഇപ്പോൾ കഴിച്ച് അവസാനിപ്പിച്ചാണ്. അപ്പോൾ അങ്ങനെയാണ് വിശേഷം. അപ്പം അതാ ഇത് കാക്കയെ കൊണ്ട് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ തുണിയിൽ നമുക്ക് അപ്പിട്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് തന്നെ ഒരു പണിയാണല്ലോ അത് നോക്കിയെടുക്കണം, അല്ലെങ്കിൽ അപ്പിണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ കക്കിന വേപ്പും പിന്നെ മാങ്ങയും കക്കിന വേപ്പിന് അതൊക്കെ വെട്ടിക്കളഞ്ഞാണ് കേട്ടോ, വീണ്ടും വളർന്നതെന്നാണ്. പിന്നെ മാവ് ഞങ്ങളുടെ മാവല്ല കേട്ടോ, ഈ ബിൽഡിങ്ങിലല്ല, ഇത് അപ്പുറത്തെ വീട്ടുകാരുടെയാണ്. അവരുടെ ചില്ലകളൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ്. ഇതിപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും ടേസ്റ്റ് ഇല്ല എന്നല്ല, അവർക്ക് എന്താ പറയുക, എന്തെങ്കിലും കേടൊക്കെയുള്ള മാങ്ങകളായിരിക്കും തോന്നുന്നു, അറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഒക്കെ കുരുടിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയൊക്കെ ആദ്യം. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ വെയിലായ കാരണം എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് തണലുള്ള സ്ഥലത്ത് വന്നു. നമ്മുടെ അത്ര വെയിലുണ്ടായില്ല, വെയിലൊന്നും അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് വെയിലടിക്കുന്നുണ്ട്. ശരി, അപ്പോൾ മലയാളത്തിൽ പറയട്ടാ. എനിക്ക് മലയാളം അറിയില്ല. മലയാളത്തിൽ പറയും. അറിയില്ല. എന്തറിയില്ല? മലയാളം അറിയില്ല. ശരി. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം? പിന്നെ എനിക്ക് ഇന്ന് അട്ടേനെ കിട്ടി. എനിക്ക് അട്ടേനെ കിട്ടി. എവിടെ കിട്ടും? വേണമെന്നാ? അട്ട വേണം. എന്തിന്? ടാപ്പിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് പറഞ്ഞ് കിട്ടി. ടാപ്പിൽ അടച്ചിരിക്കുന്നുണ്ടായിരുന്നു, വെള്ളമൊക്കെ ഭയങ്കര സ്ലോ ആയി. അപ്പം നോക്കിയപ്പോൾ അട്ടേനെ, അതിൽ അട്ടയിരിക്കണം, ഒരു ചെറിയൊരു കനം കുറഞ്ഞിട്ടൊരട്ട തിന്നായിട്ട് അതിൽ ചത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തുറന്നു കിട്ടും. അത് ഞാൻ കിച്ചൺ നോക്കാമെന്ന് വെച്ചാൽ അതും തുറന്നപ്പോൾ അതിലുണ്ടായിരുന്നു അട്ട. അങ്ങനെ അട്ടകളുടെ ഒരു കളിയാണ് ഇവിടെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? മുടി വളർത്തി കാക്ക ഇന്ന് പ്രേമം പടത്തിൽ പറയില്ലേ, കാക്ക ചത്ത് എന്തുവാ ഷോക്കടിച്ച് ചത്ത് റോട്ടിൽ വീണ്, പിന്നെ അതിൽ മേലെ ലോറി കയറി, അങ്ങനെയൊക്കെ ഒരു കാക്ക ചത്ത് ഇരിക്കുന്ന മാതിരിയാണ് ഇപ്പം മുടിയിരിക്കുന്നത്. പിന്നെ താടി പിന്നെ ഒന്നും പറയണ്ട, ദാടിയല്ല താടി. പിന്നെ പറയാം, മലയാളത്തിൽ പറയും. വേറെ എന്തെങ്കിലും പറയേണ്ടത്? ഒന്നും പറയില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയൂ. ഇന്നെന്താ പരിപാടി? എവിടെ അനില്?
എവിടെ എനിക്ക് കാണാനില്ല ഇപ്പോൾ പോയത് அங்கே இருக்கு. എവിടെ ഉണ്ട് പോയത് ആ അത് വരണ്ട് ആ ഞാൻ ഇത് അണ്ണാൻ കഴിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇത് കാക്കയും അതെടുത്തോണ്ട് പോണു കാക്കയും പ്രാവൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് ഞാൻ കണ്ടിട്ടില്ല അണ്ണാൻ വരുന്നത് അണ്ണാനെങ്ങനെ മനസ്സിലായി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പോയെന്നുണ്ടല്ലേ അണ്ണാനെങ്ങനെ മനസ്സിലായി அண்ணானே அதுக்கு எப்படி தெரிஞ்சதுங்க இருக்குன்னு கண்ணு பார்த்துருக்குள்ளது ശരി അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് വീഡിയോ ടെറസിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അയ്യോ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര തിരക്കണേ അയ്യോ നിൽക്കാൻ പോലെ സമയമില്ല ഇവിടെ ശരി ഇന്നെന്താ പരിപാടി കടയിൽ പോയിട്ട് എന്താ പരിപാടി പണിയുണ്ട് എന്ത് പണി അവിടെ പോയിരുന്നു വെറുതെ ഇരിക്കണം പണി വെറുതെ ഇരിക്കണം പിന്നെ SIR പണിയുണ്ട് അവിടെ SIR എന്ന് പറഞ്ഞാൽ സിറപ്പ് വാക്കാളർ சேர்ப்பு அந்த இது தேர்தல் கமிஷனுடைய ஒர்க் இருக்கு தேர்தல் கமிஷனுடைய என்னுடைய கட்சி பணிக்காக திராவிட முன்னேற்ற கழகத்தின் கட்சி பணிக்காக 190 அதுக்கு மலையாளத்தில் പറയേ അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അണ്ണാൻ വരുന്നത് അയ്യോ ഞാൻ പറയുന്നത് ഞാൻ തിരിയുമ്പോൾ അങ്ങോട്ട് പോവാണ് അല്ല നമ്മളിത് പാക്കുമ്പോൾ പോയത് പോരെ ശരി അപ്പോൾ പിന്നെ വേറെന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെന്താ പരിപാടി ഇതേ നന്നാക്കി ഞങ്ങളെമാരി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അടുത്ത ബിൽഡിങ്ങിൽ ഉണ്ടോ അവർ ചോറ് വെച്ചായിരുന്നു കുറേ നിറയെ വെച്ചിരുന്നുണ്ട് കാരണം കാക്കിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു പിന്നെ എനിക്ക് കാക്കിക്ക് പിന്നെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ അണ്ണാനും മാത്രമേ ആവശ്യമുള്ളൂ ഞങ്ങളുടെ ബിസ്ക്കറ്റ് അപ്പോൾ കുറേ നാൾ വെച്ചില്ലല്ലോ കാക്കിക്ക് ബിസ്ക്കറ്റ് ഒരു പണി ഉണ്ടായില്ല സമയം ഉണ്ടായില്ല അതിന് ഇൻട്രസ്റ്റ് പോയി പിന്നെ രാവിലെ നൈറ്റിൽ ரொம்ப തൂക്കരുത് ரொம்ப ലേറ്റ് ആകുന്നത് അത് കാരണം വന്ന് കിടന്ന് പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വന്ന് കിടന്ന് ഉറങ്ങും അപ്പോൾ പിന്നെ കാക്കയുടെ കാര്യമൊക്കെ മറന്നുപോയി ഇന്നലെ പിന്നെ ഞാൻ ശരി മോളിൽ പോകാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അത് ശരി എന്നാൽ കാക്കയ്ക്ക് ബിസ്ക്കറ്റ് ഇടാന്ന് പറഞ്ഞിട്ട് വന്നത് എന്നിട്ട് പിന്നെ മോളി വരാൻ ഭയങ്കര മടിയാ ഇവിടെ ഒന്ന് നടക്കാൻ പറഞ്ഞ കേൾക്കില്ല എൻ്റെ കൂടെ വായു കുറച്ചു നേരം നടക്കുന്നു പറഞ്ഞാൽ കേൾക്കില്ല വരില്ല എത്ര പ്രാവശ്യം വിളിച്ച് രാത്രി നടക്കാന്ന് പറഞ്ഞാൽ കേൾക്കില്ല രാവിലെ നടക്കാന്ന് പറഞ്ഞാൽ കേൾക്കില്ല കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുകൊണ്ടിരിക്കും എന്നിട്ട് അവിടുത്തെ പണികൾ കടയിലവിടെ അവിടെ പണികൾ പിന്നെ കടയിൽ ഉള്ളിൽ പണിയൊക്കെ എന്തായി പിന്നെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞാ ഞാൻ വന്ന് നോക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടാവണോ വന്നില്ല ഭയങ്കര തിരക്കായിരുന്നു അവിടെ പണീൻ്റെ അവിടെ ആൾ വരും അവിടെ അതാണ് എനിക്ക് തരാൻ സമയമില്ല ഓടുമായിരുന്നു ഇവിടുന്ന് ഒയ്യപ്പോൾ പെയിൻറ്റർ വന്നിട്ടില്ലാന്ന് എൻ്റെ ശാപമാ വന്നോ അതെടുത്തോണ്ട് എടുത്തിട്ട് വന്ന് അല്ല ചെറിയ ചെറിയ പീസ് എടുത്തോണ്ട് പോയി അവിടെ വയ്ക്കുന്നുണ്ടല്ലോ അത് അതിൻ്റെ കൂട്ടിൽ കൊണ്ടുപോയിക്ക് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അല്ല പിന്നെ വേറെ ഒന്ന് പറയാമെന്ന് 2026 தேர்தல் நடக்கிறதால தமிழ்நாட்டில் நடக்கிறதால அந்த தேர்தல் பணிக்காக ஒவ்வொரு கட்சியிலும் BLA 2 என்ற ஒரு பணி நியமனம் செய்து அந்த பணி மக்களை சந்தித்து அந்த தேர்தல் கமிஷன் தருகின்ற அந்த അണ്ണാനെ കണ്ടിട്ടെ നോക്കിട്ട് ഒരു മിനിറ്റ് എവിടെ അണ്ണാൻ അതെവിടെ ഇരുന്നിരിക്കും വേണ്ട ഞാൻ അടുത്ത് പോയാലേ അത് ഓടി പോവുക കാരണം ഞാൻ പോവാണ്ട് സൂം ചെയ്ത് നോക്കണം കേട്ടോ കഴിക്കണുണ്ടോ അയ്യോ ഞാൻ ഇങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഇവിടെ നിന്ന് ഞാൻ പതുക്കെ പോകാൻ നോക്കണം കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പക്ഷേ അതിൻ്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ അത് കാരണം അത് ഓടിപ്പോകുന്ന തോന്നണേ ഇപ്പോൾ കഴിക്കണതിൻ്റെ ഇൻട്രസ്റ്റിലാണ് ആൾ കണ്ടാ ഞാൻ പോയി ഇപ്പോൾ അടുത്ത് പോയി ഇപ്പോൾ അത് ഓടിപ്പോയി ഇനി വരുമോയെന്ന് അറിയില്ല കേട്ടോ
വരുമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റിന് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പല സ്ഥലത്ത് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇതുണ്ട് 1 2 3 4 അങ്ങനെ കുറേ സ്ഥലത്ത് കൂടെ വെച്ചിട്ടുണ്ട്. അത് കാരണം ഒരു അണ്ണൻ കഴിക്കുന്ന ഇവിടെ നല്ല രസമാണേ. എനിക്ക് കാക്കയും അപ്പി ഇടുന്ന കാരണേ, കാക്കയും പ്രാവൊക്കെ അപ്പി ഇടുന്നത് എനിക്ക് അതിന് ഇഷ്ടമല്ല. അത് വരുന്നുണ്ട് ഓടിപ്പോവാൻ പെട്ടെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കക്കിനവേപ്പിൻ്റെ ഇല പറിച്ച് കഴിക്കും എൻ്റെ ഹസ്ബൻഡ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്കിനവേപ്പിൻ്റെ ഇല കഴിക്കാൻ കേട്ടോ. 1 2 ഇലയാണ് കേട്ടോ. ആ ഇതുണ്ടല്ലോ, എന്നിട്ട് പറയാൻ ഫ്രഷായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ലീവ്സ് അത് ഉണ്ടോ. ഈ വെയിൽ കാരണം എനിക്ക് ക്യാമറ എനിക്കൊന്നും കാണാനില്ല. അത് കാണാം എന്തോ ഇങ്ങനെ ഫ്രഷായിട്ടുണ്ടാവുമല്ലോ, അത് എടുത്ത് കഴിക്കും. വെയിൽ കാരണം എനിക്ക് മൊബൈൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അണ്ണാൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് വരില്ല. ഞാൻ അകലെ നിൽക്കുവാണെങ്കിൽ അതിനടുത്തേക്ക് ശരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ പോയിട്ട് കുറേ പണികളുണ്ട്. കുക്കിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ തുണീനും കഴുകാടണം, വാഷിംഗ് മെഷീനിലിടണം. ഞാൻ കഴിയില്ല കേട്ടോ, വാഷിംഗ് മെഷീനാണ് കഴുകണേ. പക്ഷേ എന്തോ ഞാൻ കഴുകുന്ന മാതിരി ഞാൻ ഫീൽ ചെയ്യുക. അപ്പോൾ അതിനും കഴുകാടണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തില്ലേ അത്? SIR அதனுடைய தேர்தல் கமிஷன் மட்டும் பிபிஎல் கிடையாது, BLO. அவங்க BLO வந்து என் கூட சேர்ந்து வீடு வீடாக சென்று ஒவ்வொரு குடும்பம் வாரியாக, இப்போ ஒரு குடும்பத்தில் இருக்கிற எல்லாரும் வந்து ஒரு பாகத்துலேயும் இருப்பாங்க, வேறொரு பாகத்துலேயும் வருவாங்க. அவங்களெல்லாம் கண்டுபிடிச்சி அதே தெருவில் அதே பாகத்தில் ஆரம்பத்தில் இருக்குது 24வது சீரியல் நம்பர் 24லையும் இருப்பாங்க. அப்படி இல்லாத பட்சத்தில் அவங்க ஃபேமிலி வந்து பார்த்தா வேற ஒரு 1000 சில்லறையில் கூட இருப்பாங்க. ஸோ ரெண்டையும் கண்டுபிடிச்சி BLOக்கு வந்து சப்போர்ட் பண்ணுற வேலையும் நாங்கள் பண்ணிகிட்ருக்கோம். எங்களுடைய திராவிட முன்னேற்ற கழகத்தின் சார்பாக ஆல்மோஸ்ட் இந்த அவங்க ஆரம்பித்து ஒரு லாஸ்ட் தேர்ஸ்டே தான் ஆரம்பித்தாங்க. ஆரம்பித்து இது வரைக்கும் நாங்கள் எங்களுடைய பணியை வந்து ஒரு 60% நிறைவு செஞ்சிட்டோம் இந்த 5 நாள் 6 நாளில். ஏன்னா ஒரு நாளுக்கு 50 ஃபார்ம் தான் கொடுக்க முடியும் മാക്സിമം. ஏன்னா ஒருத்தங்களை தேடி அவங்களுக்கு ഗൈഡ് பண்ணி ആകമത്തത് ഈ പണിക്ക് നടക്കണ കടയിലിരിക്കില്ലെന്ന്, കട നോക്കണില്ലെന്ന്, അതല്ല ശരിക്കും പറഞ്ഞ ആവണോ എന്ന് പറഞ്ഞാല് അതെ അതെ. ആ ശരി, ഞാൻ മലയാളം പറയാൻ പറഞ്ഞ തെലുങ്ക് പറയാൻ പറഞ്ഞില്ല. എന്നിട്ട് அதான் அதனுடைய பணி இப்போ போயிட்டுருக்கு. அதனுடைய சாராம்சம் வந்து மக்களை வந்து சந்தித்து அவங்களோட இருக்கிறோம், நாங்கள் தொடர்ந்து அவங்களோட பயணிக்கிறோம். அப்படி திராவிட முன்னேற்ற கழகம் வந்து அவங்களோட தொடர்ந்து பயணிக்கிறது என்பதை வந்து தெளிவுபடுத்துவதற்காகவும் அவங்களுக்கு உதவுகிறோம் அப்படின்றத ஒவ்வொரு விஷயத்திலையும் வந்து நாங்கள் ஒரு அடிப்படை தேவைகளிலிருந்து ஒவ்வொரு விஷயத்திலையும் அவங்க குழந்தைகள் வீட்டில் இருக்கவங்களுக்கு நாங்கள் அண்ணன் தம்பியாக பழகிட்டு தாய் தந்தையாக கூட அவங்களுடைய மகனாக கூட வாழ்ந்துட்டுருக்கோம். திராவிட முன்னேற்ற கழகத்தினுடைய பெரிய பணியே அதுதான். ஏன்னா நாங்கள் வந்து ஒரு அரசியல் அமைப்பாக இல்லாமலும் அவங்களுடைய குடும்பமாகவும் நாங்கள் இருந்துகிட்ருக்குறோன்றதுக்கு வந்து எடுத்துக்காட்டு தான் இந்த SIRல வந்து திமுகவுடைய சப்போர்ட்டு. அடுத்தது இதனுடைய பாதகம் சாதகம் நிறைய இருக்குது. சாதகம் குறைவாக தான் இருக்குது, பாதகம் தான் நிறைய இருக்குது. ஏன்னா மக்களை சந்திக்கும் போது அவங்க அந்த வீட்டில் சட்டம்னா அவங்க போகிற டைமில் வீட்டில் இருக்கிறது இல்லை. அதே மாதிரி அதற்கான அவங்களுக்கு முன் தயாரிப்பும் இல்லை. இப்போ எத்தனை பேர் இருக்காங்க அப்படின்றது டீட்டெயில் கூட சரியாக தரமாட்டுறாங்க. அவங்களுக்கும் கொஞ்சம் சிரமங்கள்லாம் இருக்குது. நிறைய விஷயம் இதில் பேச வேண்டியது இருக்குது. அதுக்கான தனி வீഡിയോ கூட போடலாம் SIR பற்றி. ശരി ശരി, അത് നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം డీటెయిల్ ആയിട്ട്. అవును అవును మళ్ళీ చెప్తాను ఎప్పుడంటే ഇപ്പൊ ഈ എനിക്ക് മലയാളം അറിയാം, എനിക്ക് തമിഴ് അറിയാം, എനിക്ക് തെലുങ്ക് അറിയാം, ഇതൊക്കെ കാണിക്കണേ എല്ലാം കുറച്ച് അറിയാം. கொஞ்சம் கொஞ்சம் தான் தெரியும். தமிழும் வந்து മുഴുവതുமாக தெரியும் சொல்ல முடியாது. ഫസ്റ്റ് പിള്ളേരോട് മലയാളത്തിൽ പറഞ്ഞ പോലെ സംസാരിച്ച ആളാ. ഇപ്പോൾ ഒന്നുമില്ല, വെള്ളം കഴിഞ്ഞു. ശരി.
അപ്പം നമുക്ക് പോവാം. ഓക്കെ. ആ ശരി, വേറെ ഒന്നും പറയണ്ടായിരുന്നു. ശരി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇരുന്നൂറ് പഠിപ്പും വരലാറ് അടീന എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അടുത്ത വീട്ടിൽ ആൻറ്റി നോക്കണ്. ആ പറയും. ഒരു പ്രാവ് കൂടി ഇരിക്കില്ല, ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചാണ്, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. அவங்க அந்த வெயிலுக்காக நிற்கிறாங்க. அவங்க வந்து ശരി. അപ്പം നമ്മുടെ ടെറസിലെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ? കഴിഞ്ഞു. കഴിഞ്ഞു.